നമസ്കാരം. എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല പരിചയമുള്ളൊരു പെൺകുട്ടി 4 പേരെ ഇതിനെ കളിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ. ഒരുത്തൻ കളിക്കണത് ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടിട്ടുമുണ്ട്. ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ഫാമിലി. ഇപ്പം എൻ്റെ വീട്ടുപേര് അവരുടെ വീട്ടുപേരുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഭാഗ്യയിലൊരു അമ്മാവൻ്റെ മോനുണ്ട്. അവൾ ഇവനായിട്ട് പ്രേമം. നമുക്ക് സന്ധ്യ ആകുമ്പോൾ ആ വീട്ടിലേക്കൊരു പോകലുണ്ട്. പോയിട്ട് പിന്നെ അവിടെ പോയി അവനായിട്ട് കണ്ടുമുട്ടി അവിടെ എന്തെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് കളിച്ചിട്ട് അവർ വരുള്ളൂ. ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ അവളുടെ ഒരമ്മാവൻ, അതായത് ബന്ധുക്കളാണ് ഈ കൊണ്ടിട്ട് ഇളക്കണം മിക്ക സംഭവത്തിലും. അമ്മാവൻ അവളെ കളിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റിലെ ഒരു അവളെ കോഴിക്കോട് അടക്കാൻ കൂട്ടുകൊണ്ടുപോയതാണ്. അപ്പോൾ അവളിത് കളിയൊക്കെ ആദ്യമേ കളിച്ചിട്ടുള്ളതുകൊണ്ട് അവൾക്കൊരു ഭയപ്പാടുണ്ടായില്ല. അമ്മാവൻ കൊണ്ടുപോയത് എന്താ, അമ്മാവൻ്റെ ഭാര്യ കുറേ നാളായിട്ട് സുഖമൊന്നുമില്ല. അപ്പോൾ അയാൾ കിട്ടിയ ചാൻസിനാണ് പഠിച്ചതാണ്. പിന്നെ അവർ തമ്മിൽ കളിയായി. അമ്മാവൻ നല്ല കരുത്തുള്ളൊരു, അധികം ചെറുപ്പമല്ല, ഈ മെയ്സനാണ്, പടവിൻ്റെ പണിക്കൊക്കെ പോകണം, നല്ല ആരോഗ്യമുള്ള ആളാണ്. അയാൾ അസലായിട്ട് അടിച്ചു കൊടുക്കും. പിന്നെ ഇവരുടെ വീടിൻ്റെ അടുത്തൊരു എന്താ പറയുക, പെൺകുട്ടികളൊക്കെ നല്ല പഞ്ചാരടിച്ച് കളിക്കാൻ പറ്റൊരു ഏട്ടനുണ്ട്. ഈ ആളെന്ന് പറയാൻ എപ്പോഴും അയാളുടെ വീട്ടിൽ, അയാളുടെ ഭാര്യൻ്റെ വീട്ടിൽ പോയാൽ അന്ന് അയാൾ ഇവിടെ ഒപ്പിക്കും. ഈ കുട്ടീനെ കയറ്റി കളിച്ചിരുന്നു. അപ്പം 3 ആയില്ലേ. പിന്നെ ഇവള് പ്രസ്സിൽ പണിക്ക് വിട്ട്. ഇവൾക്ക് പഠിക്കാൻ വലിയൊരു ഇതില്ല. പ്രസ്സിൽ ആകുമ്പോൾ ഈ കമ്പോസിങ് അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ പഠിച്ചാൽ പിന്നെ ഒരു വെറുതെ ഇരിക്കണ്ടല്ല, ഒരു പണി ആയിക്കോട്ടെ, പഠിച്ചോട്ടെ കരുതി വിട്ടതാണ്. ആ പ്രസ്സിലത്തെ ആൾ കളിക്കും. 4 ആളുകളെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മറ്റന്നാണ് കണ്ടിന്യൂ മിക്ക ദിവസം അവർ കളിക്കും. മറ്റേത് ഇടവേളകളിലാണ്. ചിലപ്പോൾ അവൻ കളിക്കണമെന്ന് തന്നെ ചിലപ്പോൾ അമ്മാവൻ കൊടുക്കും. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. ഇന്നലെ മിനിഞ്ഞാന്ന് ഈ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് 46 വയസ്സുള്ള ഒരു മനുഷ്യൻ സാമാനത്തിന്മേൽ ഇരുമ്പിൻ്റെ വാഷർ കയറ്റി കെട്ടിട്ടാണ് ഇവിടെ ഒരു പെണ്ണിൻ്റെ സാമാനം കാണാൻ കിട്ടണില്ലെന്ന് ഞാൻ പറഞ്ഞ് വായിൽ വെള്ളം പറ്റാണ്ടായി. എന്താ പറയുക, ഒരു 45 വയസ്സുള്ള ആൾ എനിക്കറിയാം. ഒരു പെണ്ണിൻ്റെ മുലേനെ പിടിച്ചിട്ടില്ല ഈ വ്യക്തി. അതേപോലെ പെണ്ണിൻ്റെ സാമാനം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഏതൊരു ഹതഭാഗ്യനാണ് ഇവൻ. ഈ റബ്ബറിൻ്റെ വാസറിട്ട് ചിലപ്പോൾ ഒന്ന് അടിച്ചതാവും. ഇത് അവിടെ നിന്ന് ഊരാൻ കിട്ടണില്ല. 2 ദിവസം കൊണ്ടു കിടന്ന് പാവം. അവസാനം ഇവൻ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ പോയപ്പോൾ അവർ ഫയർഫോഴ്സുകാരനെ വിളിച്ച്, ഫയർഫോഴ്സിനെ. അവരാണ് ഇത് കട്ട് ചെയ്ത് ഇവൻ്റെ സാമാനം റിലീസായി കൊടുത്തത്. എന്നിട്ട് ഇവനെ പോലീസ് ചോദ്യം ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ മദ്യപിച്ച് ബോധമില്ലാണ്ട് കിടന്നപ്പോൾ ആരും ഇതുമേലെ ഇട്ടതാണ്. അത് പാവം അങ്ങനെ പറയുള്ളൂ, അല്ലാണ്ട് ഇത് സ്വന്തം ചെയ്തെന്ന് ഇപ്പോൾ ആരെങ്കിലും പറയുമോ? അത് വലിയ ഇഷ്യൂ ആക്കി. ഇവിടുത്തെ കുറേ സ്ത്രീകളും വൃത്തിയായിട്ടവർ ഇയാളെ പരിഹസിച്ച് എത്ര വീഡിയോ ആണ് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ പെണ്ണുങ്ങളെ കളിക്കാനുള്ള ഭാഗ്യമില്ലാത്ത കണക്കിന് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യം ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്തിട്ട് അതിനാണ്. ഈ 4 പേര് കളിച്ചാൽ ഈ ലൈവ് ഞാൻ കണ്ടെന്ന് പറഞ്ഞേ, ഈ കണ്ട കളി എന്ന് പറഞ്ഞാൽ ഇവള് അസലായിട്ട് കോപ്പറേറ്റ് ചെയ്യണം. കാരണം ഒരു ഭാര്യയും ഭർത്താവും കളിക്കണം. അത്ര ഇവർ തമ്മിൽ ക്ലോസ് റിലേഷനായി കഴിഞ്ഞ് വർഷങ്ങൾ 1.5 വർഷമായിട്ടുണ്ടെന്ന് തോന്നല അവൾ ഇവർ തമ്മിൽ കളി തുടങ്ങിയിട്ട്. ഇവരെ പുല്ലിൽ കിടത്തിയേക്കുക. എന്നിട്ട് ഇവൾ മുകളിൽ കയറിയിരുന്ന് പൊതിച്ചു കൊടുക്കുക. അമ്മാവൻ്റെ മോനെ. പക്ഷെ എനിക്കത് നോക്കി എന്നെ കണ്ട ഒരു ഡാർക്ക് സീനല്ല. അപ്പം ഞാനവിടെ നിന്ന് വല്ല തെറിച്ച്. അതേപോലെ ഇയാൾ കളിക്കണത് ഏത് അമ്മാവൻ, ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കണ്ട ആൾക്കാരെന്നോട് പറഞ്ഞു. ഇവളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്.
അയാൾ കളിക്കണ കണ്ടിരുന്നു. ഇതേപോലെ ഈ പറഞ്ഞ പ്രസ്സിൽ നിന്നും എനിക്ക് കറക്റ്റ് വിവരങ്ങൾ കിട്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. പ്രസ്സുകാരൻ കളിക്കണമില്ല ലൈവായിട്ട് കണ്ട പെണ്ണുണ്ട്. ഇല്ല ഷഡ്ഡി വരെ അഴിച്ച് ഇനി പോരാ നേരത്തെ അവൾ ഷഡ്ഡി ഇടല്ലോ. വെറുതെ സാമാനസമയം പിടിച്ചുണ്ടെങ്കിലും ഇരിക്കണം പ്രസ്സിൻ്റെ മുതലാളിക്ക്. അങ്ങനത്തെ ആളാണ്. ഇതൊക്കെ ചെയ്ത് നമ്മൾ കുറേ കാലം ജീവിച്ച് ഒരു 30 വയസ്സൊക്കെ ആകാനായപ്പോഴാണ് ഇവളൊരു വിവാഹം കഴിക്കണം. എന്തായാലും കുഴപ്പമുണ്ടായ വളരെ ഹാപ്പിയായിട്ട് അവർ ജീവിക്കണം. അവളുടെ കഴുത്തിൽ തടിച്ചൊരു മാല, എന്തിന് പറയുന്നു, നല്ല 2 മക്കൾ, വളകൾ. അയാൾ നല്ലോണം നോക്കണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ മാലയും വളയൊക്കെ. കാരണം ഇവിടെ കെട്ടിച്ചു വിടുമ്പോൾ ഒരു ഉപ്പാടും ഉണ്ടായില്ല. അപ്പം അത്രത്തോളം അയാൾ കയറിയുണ്ട്. അപ്പോൾ ഇപ്പം തുടങ്ങും സദാചാരക്കാർ അവള് ചതി വഞ്ചന, ഈ പെണ്ണിൻ്റെ സാമാനം ലൂസായി പോകുന്നൊക്കെ ഒരു കിംവദന്തി ഉണ്ട്. അതായത് പെണ്ണിൻ്റെ സാമാനം പെണ്ണ് വിചാരിച്ചത് ആണ് കയറ്റുമ്പോൾ അവൾക്ക് ടൈറ്റാക്കി പിടിക്കാൻ കഴിയും. അപ്പോൾ ഫസ്റ്റിൽ കല്യാണം കഴിക്കണ ഭർത്താവ് വിചാരിക്കുന്നതാ ഇവള് കന്യകായിട്ട് ഇത് എൻട്രി ആവാത്തത്, എവിടെ അവിടെ ടൈറ്റാക്കി പിടിച്ചേക്കാം. അപ്പോൾ കയറാൻ പ്രയാസപ്പെടും, യോനിയൊന്നും ലൂസാവില്ല. പിന്നെ ഇവിടുത്തെ സദാചാരക്കാർ പറഞ്ഞാൽ എന്താ, മറ്റുള്ള പുരുഷന്മാരൊക്കെ കളിച്ചിട്ട് പിന്നെ ഭർത്താവ് കളിക്കുമ്പോൾ അതും കൂടി താരതമ്യം ചെയ്തു നോക്കുന്നു. അതൊരു കണക്കിന് ശരിയാണ്. താരതമ്യം ചെയ്യുമ്പോൾ ഇവൻ ഭർത്താവ് കളിക്കണതിൽ നല്ല കളി ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം ഉണ്ടാവണമാവും. പക്ഷെ ഭർത്താവ് നല്ലോണം അടിച്ചു കൊടുക്കണ ആളാണെങ്കിൽ അവൾ എൻജോയ് ചെയ്യും. അവളുടെ ബ്രെയിൻ ഇതൊക്കെ മറക്കും, കഴിഞ്ഞതൊക്കെ മറക്കും. പക്ഷെ ഇപ്പോൾ വേറൊരു സംഭവമുണ്ട്, ഇത്ര തടിച്ച മാല വളയൊക്കെ ഉണ്ടെങ്കിലും ഇവളെന്തെങ്കിലും വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വരുമല്ലോ. സ്കൂൾ പൂട്ടുമ്പോഴൊക്കെ ഒരു 10 ദിവസം നിൽക്കാൻ, അന്ന് അമ്മാവൻ്റെ മോൻ കളിക്കും. എന്നിട്ട് ഇവിടെ ഒരു ആകാശം ഇടിഞ്ഞ് വീണിട്ടില്ല. അപ്പം ഞാനിത് പറയാൻ കാര്യം, ഇപ്പം കാസർഗോഡ് ഒരാൾ ഇരുമ്പിൻ്റെ വാൾസർ കയറ്റിയെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പെണ്ണുങ്ങളാണ് നാട്ടിലുള്ളെങ്കിൽ ഒരു വാൾസറും കയറ്റുണ്ടാകും. തമാശ പറഞ്ഞല്ല, കേരളം എത്ര സമസ്ത സുന്ദര കേരളമായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തമ്മിൽ ഇഷ്ടം പോലെ കളി നടന്നിട്ടുണ്ട്. അതായത് സന്ധ്യക്ക് ഒരു 7 മണി തൊട്ട് 10 മണി വരെ നല്ല കളി നടക്കും. അത് മുറ്റത്താണ്, മത്സ്യമേ ചാരി നിർത്തിയും കൊനിച്ച് നിർത്തിയൊക്കെ അടിച്ച് വേഗം പോകും. ആണുങ്ങളൊക്കെ വല്ല അങ്ങാടിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് 8-9 മണിക്കൊക്കെ അല്ലേ വരുള്ളൂ, സന്ധ്യ ആകുമ്പോൾ പോവും. ആ നേരത്തുള്ള അടിയാണ്. പിന്നെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ വേറെ സംഭവം, ഈ കമ്പനിയിൽ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, 12-8, 4-12, 8-4, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളുണ്ട്. ആ കള്ളവെടി നടക്കണത് ആഫ്റ്റർ 11 അല്ലെങ്കിൽ 12 o'clockന് ശേഷം 2 മണി 3 മണി 4 മണിയൊക്കെ മുഹൂർത്തം കള്ളവെടി ഇഷ്ടം പോലെ നടക്കുമായിരുന്നു. നട്ടപ്പം അതിനൊക്കെ അതിനൊക്കെ ചെറിയ അടയാളങ്ങളാണ്. ചിലപ്പോൾ ഒരു ചെറിയ കല്ല് വീടിൻ്റെ മുകളിൽ ഒറ്റ സൗണ്ട് കേൾക്കുള്ളൂ, ഒറ്റ ടേക്ക്, പിന്നെ കുറച്ച് ഗ്യാപ്പാ, പിന്നെ ഒന്നും കൂടി അതേപോലത്തെ ചെറിയ കല്ല് ഓടുമ്പുറത്തേക്ക് ഇടും. അപ്പം ഡോറ് അടുക്കള വാതിൽ ഏതെങ്കിലും ഡോറ് ഓപ്പണാവും, ഉള്ളിൽ കയറും, കളിക്കും. അത് ഇറങ്ങി പോരുന്നവരുടെ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പോൾ നേരം വെളുക്കാനാകുമ്പോഴേക്കും പെട്ടെന്ന് ഇറങ്ങിപ്പോരും, ആരും അറിയില്ല. ഇപ്പം ആരെങ്കിലും എവിടെയെങ്കിലും പോയാൽ അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞ്. ജീവൻ കൈ പിടിച്ചിട്ട് വേണം ഇപ്പോൾ ഒരു കള്ളവെടിക്ക് പോകാൻ. ഈ സദാചാര ആർക്കും ഒരു പ്രയോജനമില്ലാത്ത സദാചാര വാണങ്ങൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സദാചാര വാണങ്ങൾ ഇങ്ങനെ കുലസ്ത്രീകളും നെഞ്ഞത്തിടിച്ച് കരഞ്ഞ് അവൻ്റെ ഫോട്ടോ എടുത്ത് വൈറലാക്കി പിന്നെ അവൻ ജീവിച്ചിരിക്കണ്ട. അപ്പം കഴിയുന്നതും ആരും എന്ത് ചെയ്യും, കള്ളവെടിക്ക് പോകില്ല, വാണടിച്ച് മരിക്കാം. അല്ലെങ്കിൽ പിന്നെ വിട്ടു പോകണം, ഏതെങ്കിലും പെണ്ണിനെ സെറ്റാക്കി, എന്നാലും എവിടെന്നെങ്കിലും അറിയണ ആരെങ്കിലും കണ്ടാലും കഴിഞ്ഞ കഥ. അപ്പം വൈറലാക്കും, അപ്പം തന്നെ വീഡിയോ പിടിച്ച് ഇവർ നാട്ടിലെത്തുന്നതിന് മുമ്പ് വീഡിയോ വൈറലായിട്ടുണ്ടാവും. അത്ര മോശമാണ് ഇപ്പോൾ നമ്മളുടെ കാലാവസ്ഥ. ഇപ്പോൾ 4 പേര് കളിച്ച പെണ്ണില്ലേ, ഇപ്പോൾ അവൾക്ക് സമാധാനം സന്തോഷമുള്ള ജീവിതമാണെന്ന് അറിയണമെങ്കിൽ അവളുടെ മുഖത്തോട്ട് നോക്കണം. അവളുടെ ചിരിയും എപ്പോഴും ഹാപ്പിനെസ്സാണ്.
നല്ലോണം തടിയൊക്കെ നന്നായി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓർണമെൻറ്റ്സൊക്കെ വാങ്ങി ഭർത്താവ് കൊടുക്കണം. അവളുടെ സാമാനം തേഞ്ഞ് പോകുക എന്തെങ്കിലും ഉണ്ടോ? ഒരു 2-3 ആൾ കളിച്ചെന്ന് കരുതി ഒന്നും പ്രശ്നമല്ല. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇങ്ങനെ കയറ്റി പൂട്ടി വെച്ച് വരെ പാണ്ടാറങ്ങൾ ഇവിടെ ഇരിക്കും, വേറെയുള്ള മനുഷ്യന് ഇരുമ്പിൻ്റെ വാഷർ കയറ്റണം. എന്തൊരു അസന്തുലിതാവസ്ഥയാണിത്. കഷ്ടം.